ഹായ് ഹലോ അസ്സലാമലൈക്കും. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കൂടെ പറയുന്നത് എൻ്റെ നാടിന് അഭിമാനമായ മാറിയ ഹക്കീം ചോലയെക്കുറിച്ചാണ്. ചിലർ എഴുത്തുകാരാകുന്നത് ആകസ്മികമായാണ്. നിറങ്ങളുടെ ലോകത്ത് വിസ്മയം തീർക്കാൻ ആഗ്രഹിച്ച് ഒടുവിൽ അക്ഷരങ്ങളുടെ ലോകത്തേക്ക് നിയോഗം പോലെ എത്തിപ്പെട്ട ഒരു ബാലൻ്റെ കഥയാണ് ഹക്കീം ചോലയിലേൻ്റേത്. 8ാം ക്ലാസ്സിൽ ചിത്രരചനയ്ക്ക് സമ്മാനം നേടിയ ആ കുട്ടി തൊട്ടടുത്ത വർഷം സ്കൂൾ കലോത്സവ വേദിയിൽ സുഹൃത്തായ അസീസിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി പേനയെടുക്കുമ്പോൾ അറിഞ്ഞിരുന്നില്ല താൻ കുറിക്കാൻ പോകുന്നത് സ്വന്തം ഭാവി കൂടിയാണെന്ന്. 9ാം ക്ലാസ്സിലെ ആ മത്സരം ഒരു വഴിത്തിരിവായിരുന്നു. എഴുതാൻ കഥയൊന്നുമില്ലാതെ ശൂന്യമായ കടലാസിന് മുന്നിൽ അടയിരുന്ന ബാലൻ ഒടുവിൽ ബെല്ലടിക്കാൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കെ മനസ്സിൽ തോന്നിയതൊക്കെ എടുത്ത് വെട്ടുവിഴുങ്ങി എഴുതി തീർത്തു. ഫലം വന്നപ്പോൾ കഥയ്ക്ക് 1ാം സമ്മാനം. അവിടെ തുടങ്ങുന്നു ഹക്കീം ചോലയിൽ എന്ന എഴുത്തുകാരൻ്റെ ജൈത്രയാത്ര. പിന്നീട് അങ്ങോട്ട് ഓരോ വർഷവും സമ്മാനങ്ങൾ വാരിക്കൂട്ടി അദ്ദേഹം ക്ലാസുകൾ കയറിപ്പോയി. മമ്പാട് MES കോളേജിലെ പഠനകാലം ഹക്കീമിലെ എഴുത്തുകാരനെ രാഗിമിനുക്കി. കോളേജ് മാഗസിനുകൾക്കും മുമ്പേ ചന്ദ്രിക ആഴ്ചപ്പതിപ്പിൽ കഥ അടിച്ചു വരുന്നതും പത്രാധിപരുടെ പ്രോത്സാഹനക്കുറിപ്പും അദ്ദേഹത്തിന് നൽകിയ ആത്മവിശ്വാസം ചെറുതല്ല. ഡിഗ്രി പഠനകാലത്ത് സോൺ മത്സരങ്ങളിൽ ഹാട്രിക് വിജയവും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇൻ്റർസോണിൽ 2ാം സ്ഥാനവും നേടി അദ്ദേഹം മമ്പാട് MESൻ്റെ അഭിമാന താരമായി മാറി. 2006 ഒലീവ് ബുക്ക് പ്രസിദ്ധീകരിച്ച് ഫലൂജ എന്ന കഥാസമാഹാരത്തിലൂടെയാണ് പുസ്തക ലോകത്തേക്കുള്ള അരങ്ങേറ്റം. പെരുമ്പടവും ശ്രീധരനും KN കുഞ്ഞഹമ്മദും ഉൾപ്പെടെയുള്ള സാഹിത്യ നായകന്മാർ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. 2014 DC ബുക്സ് നടത്തിയ നോവൽ മത്സരത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട 1920 മലബാർ എന്ന ചരിത്ര നോവൽ ഖിലാഫത്ത് കാലത്തെക്കുറിച്ചുള്ള ഗൗരവമായ വായനാനുഭവമായിരുന്നു. മധുരം പ്രണയം എന്ന നോവൽ ഉൾപ്പെടെ ചെറുകഥകളും നോവലുകളുമായി 22ഓളം പുസ്തകങ്ങൾ ഇതിനകം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. DC നോവൽ അവാർഡ്, പൂർണ്ണ നോവൽ അവാർഡ്, 2024 മലപ്പുറം ലിറ്റററി നോവൽ പുരസ്കാരവും തുടങ്ങി നിരവധി അംഗീകാരങ്ങൾ ഈ എഴുത്തുകാരനെ തേടിയെത്തി. മമ്പാട്ടിലെ സാംസ്കാരിക പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന ഹക്കീം നടുവക്കാട് കരുവാപ്പറമ്പൻ ഹൈദ്രവിൻ്റെയും ചോലയിൽ ഖദീജയുടെയും 6 മക്കളിൽ 2ാമത്തെ മകനാണ്. അരീക്കോട് മൂർക്കനാടിലെ നൊട്ടൻ വീടൻ സമീറയാണ് ഭാര്യ. 3 കുട്ടികൾ അടങ്ങുന്ന കുടുംബം. എഴുത്തും വായനയുമായി മുന്നോട്ട് പോകുന്ന ഹക്കീം പഞ്ചായത്ത് ഓഫീസിന് മുന്നിലെ ജനസേവന കേന്ദ്രം നടത്തുന്നു. തിരക്കുകൾക്കിടയിലും DC ബുക്സിന് വേണ്ടിയുള്ള പുതിയ നോവലിൻ്റെ പണിപ്പുരയിലാണ്. എഴുതി തെളിയുക മാത്രമല്ല, എഴുതിക്കൊണ്ട് ചരിത്രത്തിൻ്റെ അടയാളപ്പെടുക എന്നതാണ് തൻ്റെ ലക്ഷ്യമെന്ന് ഹക്കീം ചോലയിൽ വിശ്വസിക്കുന്നു. മലയാള സാഹിത്യത്തിൽ മമ്പാടിൻ്റെ യശസ് ഉയർത്തുന്ന പുതിയ ഭാവുകത്വങ്ങൾ തേടുന്ന ഈ എഴുത്തുകാരന് എൻ്റെയും മമ്പാടിൻ്റെയും എല്ലാവിധ ആശംസകളും. താങ്ക് യു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.